ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്ക് കുറച്ച് മട്ടൻ്റെ സൂപ്പ് വെച്ചെടുത്താലോ? അതിന് വേണ്ടിയിട്ട് സൂപ്പിൻ്റെ പീസൊക്കെ വാങ്ങിക്കൊണ്ടു വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സവാള ഇട്ട് വെക്കാം. ഇഞ്ചി വെളുത്തുള്ളി, 2 തുടം തന്നെ വെളുത്തുള്ളി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഉണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഇടുന്ന മസാല കുറച്ച്, പിന്നെ കുറച്ച് ക്രഷ് ചെയ്ത മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ പാടെ ഒരു തുണിയിൽ കെട്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പമാവും. ഈ മല്ലി ക്രഷ് ചെയ്തോ, അപ്പോൾ ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മട്ടൻ എടുക്കാം. നന്നായി വാഷ് ചെയ്ത മട്ടനാണ്. ഇങ്ങനത്തെ പീസ് കിട്ടണം. അത് നമ്മൾ ഷോപ്പിൽ ചോദിച്ചാൽ അവർ തരും. ഇതൊരു 300 ഗ്രാമുണ്ട്. ഇച്ചിരി മഞ്ഞൾ ചേർക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾ. ഇതൊന്ന് ചേർത്താക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി വേവണം. ആ എല്ലൊക്കെ വെന്ത് വരണം. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ചെറിയ പാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നാൽ അതിൻ്റെ ഇതൊന്നും പുറത്തേക്ക് പോവില്ല. ഇനി ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി വെന്തതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള പണി നന്നായി കിടന്നോട്ടെ. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ പാത്രം വെച്ച് കൊടുത്താൽ വേണ്ട, മുടിമേലൊന്നും ആവില്ല. മുടിയൊക്കെ നല്ല വൃത്തി ഉണ്ടാവും. ഉണ്ടോ? തെറിക്കൂല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയ പാത്രം എപ്പോഴും വെക്കുമ്പോഴും അത് കുക്കറിൽ, ഏത് കുക്കറിലാണെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് മാറ്റിയിട്ട്, ചൂടുണ്ട്, ഇതെടുക്കാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് നമുക്കൊരു ചെമ്പടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിൽ ഓയിലും ചൂടായിട്ടുണ്ട്. ചെറിയ ഉള്ളിയുണ്ട്, ചതക്കി വെച്ചതാണ്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ മൂക്കണം. നല്ലോണം മൂത്ത് വരണം. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം.
ഇനി ഇതെല്ലാം ഒന്ന് കരിഞ്ഞ് മൂത്ത് വരട്ടെ. ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തത്, വലിയ ഉള്ളി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് വേവിപ്പിക്കുന്ന സമയത്ത് വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, സവാള. അപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിപ്പിച്ച് വെച്ച മട്ടൻ്റെ സൂപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലുമെന്നൊക്കെ വേറിട്ട് വന്നിട്ടുണ്ട്. ഷുർബ എന്നും പറയുന്നു. നമ്മുടെ ഭാഷയിൽ സൂപ്പ്. എല്ലുമെന്നൊക്കെ വേറിട്ട് വന്നുണ്ടോ. ഇനി ഇതൊന്നും ഇതിൽ കിടന്ന് മൂത്ത് നല്ല കുറുകി വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതാണ്, നല്ലൊരു കുറുക്കം കിട്ടും. കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ച കുരുമുളകിൻ്റെ പൊടി. പിന്നെ പൊടിക്കാത്ത കുറച്ച് 2-3 മണി ഇട്ട് കൊടുക്കുന്നത് നല്ല കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു പൊടിക്കാത്തത് കുറച്ചിങ്ങനെ സൂപ്പ് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് കിടന്നതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. സൂപ്പൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാം ഇതിൽ വെന്ത് പോയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ ഈ രീതിയിലൊന്ന് മട്ടൺ സൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും വേണം. ഞാൻ ഉണ്ടാക്കി നോക്കിയാൽ ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യുക. ഏത് കാലാവസ്ഥയിലും നമുക്ക് കുടിക്കാൻ പറ്റില്ലേ ആട്ടിൻ സൂപ്പ്. ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ.